വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല നമ്മളോട് ചോദിക്കുന്നുണ്ട്, ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. പറയുക, അറിവുള്ളവരും ഇല്ലാത്തവരും ഒരുപോലെയാണോ? നമുക്കറിയാം, ഒരിക്കലുമല്ല. അവർ സമന്മാരല്ല. കൂടാതെ അറിവുള്ളവർ അള്ളാഹുവിങ്കൽ ഉന്നത ഉള്ളവരാണെന്ന് കൂടി അള്ളാഹു മറ്റൊരായത്തിൽ വിശദീകരിക്കുന്നുണ്ട്. യർഫഇല്ലാഹുല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊത്തുൽ ഇൽമ ദറജാത്ത്. നിങ്ങളിൽ നിന്ന് സത്യവിശ്വാസം സ്വീകരിച്ചവരുടെയും അറിവ് നൽകപ്പെട്ടവരുടെയും പദവികൾ അള്ളാഹു ഉയർത്തുന്നതാണ്. അതെ, അറിവിന്, വിജ്ഞാനത്തിന്, വിദ്യാഭ്യാസത്തിന് ഇസ്ലാം വലിയ സ്ഥാനം തന്നെ നൽകുന്നുണ്ട്. അതിന് ഉത്തമമായ തെളിവാണ് ഖുർആനിൽ ആദ്യമായി ഇറങ്ങിയ വാക്യം ഇഖ്റ, അഥവാ നീ വായിക്കുക എന്നത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ നിർബന്ധ ബാധ്യതയാണ് അറിവ് നേടുക, വിദ്യാഭ്യാസം നേടുക എന്നത്. അതുകൊണ്ടാണല്ലോ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞത്, ആരെങ്കിലും അറിവ് നേടാനായി അതിൻ്റെ പാതയിലേക്ക് ഒരുങ്ങിയിറങ്ങിയാൽ അവന് അള്ളാഹു സ്വർഗത്തിലേക്കുള്ള പാത ഒരുക്കി കൊടുക്കുമെന്ന്. ഇസ്ലാമിൻ്റെ ഒന്നാം നാൾ മുതൽ തന്നെ മുസ്ലിങ്ങളുടെ പ്രഥമ പരിഗണനയിലുള്ള ഒരു വിഷയമായിരുന്നു വിദ്യാഭ്യാസം എന്നത്. അത് നമുക്ക് ചരിത്രങ്ങളിൽ നിന്ന് വ്യക്തമായി പഠിക്കാൻ വേണ്ടി സാധിക്കും. യുദ്ധത്തിൽ ബന്ദികളായി പിടിച്ച ശത്രുക്കളിൽ നിന്ന് അവരെ വിട്ടയക്കാനുള്ള മോചനദ്രവ്യമായി ആവശ്യപ്പെട്ടതുപോലും അവരിൽ എഴുത്തും വായനയും അറിയുന്നവർ അത് മുസ്ലിം കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക എന്നതാണ്. പള്ളി ദർസുകളിൽ തുടങ്ങി അവരുടെ വിദ്യാഭ്യാസ സംവിധാനം പിന്നീട് സ്കൂളുകളായും അറിയപ്പെടുന്ന യൂണിവേഴ്സിറ്റികളായും വികസിച്ചു. നമുക്കറിയാവുന്നതുപോലെ അൽ അസ്ഹർ യൂണിവേഴ്സിറ്റി, കൈറോ യൂണിവേഴ്സിറ്റി ഒക്കെ തന്നെ അതിൻ്റെ ചില ഉദാഹരണങ്ങൾ മാത്രമാണ്. ഇത്തരത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ച മതമാണ് ഇസ്ലാം. പിന്നെ നാം മനസ്സിലാക്കേണ്ടുന്ന മറ്റൊരു കാര്യം, ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആൺകുട്ടികളെ നന്നായി പഠിപ്പിക്കുകയും പെൺകുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസം നിഷേധിക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ ഒരു വിവാഹത്തോടു കൂടി മറ്റുള്ളവരുടെ സമ്മർദ്ദം മൂലം അവരുടെ പഠനവും അറിവും സ്വപ്നങ്ങളും പെട്ടിൽ പൂട്ടിക്കെട്ടുന്ന ഒരവസ്ഥ, അത് യഥാർത്ഥത്തിൽ ഇസ്ലാമികമല്ല. ഇസ്ലാമിക ചരിത്രം പരിശോധിക്കുമ്പോൾ സ്ത്രീ വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യം നൽകിയിരുന്നു എന്ന് നമുക്ക് കാണാം. അറിവ് നേടുന്നതിനോ അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നതിനോ കഴിവില്ലാത്തവരായി ഒരിക്കലും ഇസ്ലാം സ്ത്രീകളെ കണ്ടിരുന്നില്ല. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹ ആ കാലത്തിലെ തന്നെ പ്രമുഖ പണ്ഡിതന്മാരിൽ ഒരാളായി എന്ന് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗത്തിന് ശേഷം മദീനയിൽ നിരവധി ആളുകൾക്ക് അവർ അറിവ് പകർന്നു കൊടുത്തതായി നമുക്ക് വായിക്കാൻ സാധിക്കും. ഇത്തരത്തിൽ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് ഇസ്ലാമിക ചരിത്രത്തിൽ കാണാം. വിജ്ഞാനമാണ് മനുഷ്യനെ മനുഷ്യനാക്കി തീർക്കുന്നത് എന്നാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. എന്നാൽ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. വിദ്യാസമ്പന്നരായ ആളുകൾ ഇന്ന് സമൂഹത്തിൽ ചെയ്തു കൂട്ടുന്ന ഒരുപാട് അരാജകത്വങ്ങൾ, ദുരന്തങ്ങൾ, കൊല, കൊള്ള, പീഡനങ്ങൾ എന്തെടുത്ത് നോക്കിയാലും അതിൻ്റെയൊക്കെ പിന്നിൽ ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള നിരവധി ആളുകൾ നമുക്ക് കാണാം. എന്തുകൊണ്ടാണ് ഇന്ന് വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകൾ തന്നെ സ്വാർത്ഥരും ചൂഷകരുമായി തീരുന്നത്? ഇവിടെ നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു യാഥാർത്ഥ്യം, ഒരാൾ ജ്ഞാനിയാവുന്നത്, പണ്ഡിതനാവുന്നത് അവൻ ധാരാളം അറിവ് നേടുമ്പോഴല്ല, ഒരുപാട് സർട്ടിഫിക്കറ്റുകളും ക്വാളിഫിക്കേഷൻസും നേടിയെടുക്കുമ്പോഴല്ല, മറിച്ച് പ്രയോജനക്ഷമമായ അറിവിൻ്റെ ആഴത്തിനനുസരിച്ചാണ്. അതായത് ആ അറിവിലൂടെ അവൻ വിവേകമുള്ളവനായി തീരുമ്പോഴാണ്, തിരിച്ചറിവുള്ളവനായി മാറുമ്പോഴാണ്. വിജ്ഞാനമല്ല, മറിച്ച് വിവേകവും തിരിച്ചറിവുമാണ് മനുഷ്യന് വേണ്ടത്. അവൻ നേടിയ വിജ്ഞാനത്തിലൂടെ ധർമ്മത്തെയും അധർമ്മത്തെയും തിരിച്ചറിയാൻ അവന് സാധിക്കണം. വിശ്വാസത്തെയും അന്ധവിശ്വാസത്തെയും വേർതിരിച്ചറിയാൻ കഴിയണം. ദൈവത്തെയും അവൻ്റെ അനുഗ്രഹത്തെയും അവന് മനസ്സിലാക്കണം. അങ്ങനെ അവൻ്റെ വിജ്ഞാനം അനുഭവമാവണം. അതുപോലെ പ്രായോഗികവും പ്രയോജനകരവുമാക്കി തീർക്കണം. അപ്പോഴാണ് അവൻ യഥാർത്ഥ ജ്ഞാനിയാവുന്നത്, സംസ്കാരമുള്ളവനാവുന്നത്, സമൂഹത്തോട് ഉത്തരവാദിത്ത ബോധമുള്ളവനായി തീരുന്നത്. അവൻ ദൈവത്തെ സൂക്ഷിച്ച് ജീവിക്കുന്നവനാവുന്നതും അപ്പോഴാണ്. അല്ലാഹു തആല പറയുന്നുണ്ടല്ലോ, ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹി അൽ ഉലമാ. അള്ളാഹുവെ ഭയപ്പെടുന്നത് അവൻ്റെ ദാസന്മാരിൽ നിന്ന് അറിവുള്ളവർ മാത്രമാകുന്നു. അതെ,
അറിവുകൾ നേടുകയും അതിനെ പ്രയോജനപ്പെടുത്തി വിവേകമുള്ളവരായി ജീവിക്കാനും അള്ളാഹു നമുക്കെല്ലാം തൗഫീക്ക് ചെയ്യട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.